പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? രാവിലെ സമയമില്ലെന്ന് കരുതിയിട്ട് നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദി ഫാസ്റ്റ് എന്നാണ്. അതായത് രാത്രിയിലത്തെ പട്ടിണിയെ നമ്മൾ രാവിലെ ഇന്ധനം കൊടുത്ത് ആക്റ്റീവാക്കുന്നു എന്നുള്ളതാണ് ബ്രേക്ക് ദി ഫാസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നൈറ്റ് മൊത്തവും ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട് രാവിലെ നമ്മൾ ശരീരത്തിന് എനർജി കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഇന്ധനമാണ് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. ആ ഒരു ഫുഡിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വിചാരിക്കുന്നത് ഇന്നത്തെ ദിവസം പട്ടിണിയായിരിക്കുമെന്നാണ്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന്. എന്നാൽ നമ്മുടെ ശരീരം അതിന് ഓപ്പോസിറ്റാണ് വിചാരിക്കുന്നത്. ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ പട്ടിണിയാണെന്ന് കരുതിയിട്ട് അടുത്ത തവണ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റാക്കിയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും, അത് ശേഖരിച്ച് വെക്കും അടുത്ത തവണത്തേക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ഇതുമൂലം നിങ്ങൾക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും ചെയ്യും. അതുമൂലം നിങ്ങൾക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, എല്ലാവരോടും ദേഷ്യം തോന്നാം. ഇങ്ങനെ പല കാരണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീനും ഫൈബറും അടങ്ങിയിരിക്കുന്ന ഫുഡ് രാവിലെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ മുട്ടയും അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത് മൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. ഇത് നിങ്ങളെ ടൈപ്പ് 2 ഡയബറ്റിക്കിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമാകും. ചുരുക്കം പറഞ്ഞാൽ രാവിലത്തെ ഫുഡാണ് നമുക്ക് ആ ദിവസത്തെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും രാവിലത്തെ ഫുഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ വേണം നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ഫുഡ് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് രാത്രിയിൽ 8 മണിക്കൂർ ഉറങ്ങിയിട്ട് രാവിലെ നല്ല ക്ഷീണം തോന്നുന്ന ഒരു വ്യക്തിയാണോ? എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്നറിയണ്ടേ? ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ നമുക്കിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. താങ്ക് യു.